നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ മാത്രം തുറന്നുകാട്ടാൻ ശ്രമിക്കുന്നത് എന്നതാണ്. ലോകത്ത് കുറഞ്ഞത് 200 മതങ്ങളെങ്കിലും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ അവയ്ക്കെല്ലാം എതിരായി സംസാരിക്കാത്തത്? ഇവർക്ക് ക്യാൻസറാണ്. ഞാൻ ഇവർക്ക് ടിബിയുടെ മരുന്ന് എന്തുകൊണ്ട് നൽകരുത് എന്ന് പറയൂ. ടിബി ഒരു രോഗമാണോ? അല്ലയോ? അപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്നത് ക്യാൻസറാണ്. ഞാൻ ഇവർക്ക് ടിബിയുടെ മരുന്ന് നൽകണോ? കാരണം ഒരാൾക്ക് എന്ത് രോഗമാണോ ഉള്ളത് അതിനുള്ള ചികിത്സയല്ലേ ഞാൻ നൽകേണ്ടത്. ഹിന്ദുക്കളോട് ഹിന്ദു മതത്തെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരോടാണ് സംസാരിക്കുക? യഹൂദന്മാർ വന്നാൽ ഞാൻ അവരോട് അവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കും. ക്രിസ്ത്യാനികൾ വന്നാൽ ഞാൻ അവരോട് അവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കും. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ്. അതുകൊണ്ട് അവർക്ക് പ്രസക്തമായ കാര്യങ്ങളല്ലേ ഞാൻ ഇവിടെ സംസാരിക്കേണ്ടത്. ഇപ്പോൾ 2026 വിദേശത്ത് പോകേണ്ടി വന്നേക്കാം. ഞാൻ അവിടെ പോയാൽ ആ ആളുകൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ചോദിക്കുക. അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായ മറുപടികൾ ഞാൻ നൽകും. അവർ ഒരുപക്ഷെ ക്രിസ്തുമതത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ വളരെ കഠിനമായ ചോദ്യങ്ങളും ചോദിച്ചേക്കാം. അവിടെ ഹിന്ദു മതത്തെക്കുറിച്ചുള്ള ഒരു വിഷയവും ഉയർന്നു വരില്ല. അവിടെ എല്ലാ സംസാരവും ക്രിസ്തുമതത്തെക്കുറിച്ച് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ക്രിസ്തുമതത്തെക്കുറിച്ച് സംസാരിക്കും. 2016 17 ഋഷികേശിൽ ഞങ്ങളുടെ മിത്ത് ഡിമോളിഷൻ ടൂർ നടക്കാറുണ്ടായിരുന്നു. അവിടെ എന്റെ മുന്നിൽ ഇരുന്നിരുന്നത് മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു. അവർ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുമായിരുന്നു. അതിൽ ബൈബിളും ക്രിസ്തുവും ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ കടന്നു വരുമായിരുന്നു. ഞങ്ങൾ അവയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഞാൻ ഇവിടെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇരിക്കുകയല്ല. ഞാൻ എന്റെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉള്ളത്. എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ.